നമുക്ക് സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് വല്ലാത്ത സങ്കടത്തിലായി പോയി ലക്ഷ്മിയമ്മ. കാരണം തന്റെ മകൻ തനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു തരുന്നുണ്ട്. പക്ഷേങ്കിൽ താൻ അവന് വേണ്ടി എന്ത് ചെയ്തു കൊടുത്തു? ചെയ്തു കൊടുക്കാൻ പറ്റിയ സമയത്തൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല. താൻ അവനെ ഉപേക്ഷിച്ചു പോയി. പക്ഷെ ഇപ്പൊ അതിനകത്ത് ലക്ഷ്മിയമ്മയ്ക്ക് നല്ല കുറ്റബോധം തോന്നുന്നുണ്ട്. ഒടുവില് ആ മകൻ തന്നെ വേണ്ടി വന്നു തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലെ തിരുമേനി പറഞ്ഞ കാര്യങ്ങളും ഇവിടെ വന്ന് ഭഗവാന്റെ മുന്നില് കണ്ണീരൊഴുക്കിയിട്ട് കാര്യമില്ല. ക്ഷമ പറയേണ്ടത് സേതുവിനോട് ചെന്നിട്ടാണ്. അവന്റെ കാല് പിടിച്ചു മാപ്പ് പറയണം എന്ന് പറഞ്ഞു. അതൊക്കെ ഇങ്ങനെ മനസ്സിൽ കൂടെ പോവാണ്. അവനോട് ക്ഷമ ചോദിക്കണം എന്നൊരു ചിന്ത ലക്ഷ്മിയമ്മയുടെ മനസ്സിലുണ്ടായി. ആ സമയത്ത് സേതുവും പല്ലവിയും നല്ല സന്തോഷം തന്നെയായിരുന്നു. കാരണം ലക്ഷ്മിയമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ പറ്റിയില്ല. മയൂരി വരികയും ചെയ്തു. കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നു. അമ്മയ്ക്ക് സന്തോഷമാവുകയും ചെയ്തു. സേതു പല്ലവിയോട് പറഞ്ഞു, പല്ലവി, ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. നീയും കൂടെ ഉള്ളത് കൊണ്ടാ. അല്ലായിരുന്നെങ്കിലോ എങ്ങനെയായി തീർന്നേനും. അമ്മയ്ക്ക് ഭയങ്കര വിഷമമായനും. പക്ഷെ അവസാന നിമിഷത്തില് ആ വേണു എന്ന് പറയുന്ന അയാള് കൊണ്ടുവന്ന് കല ഉടച്ചില്ലേന്ന് ചോദിക്കുകയാണ്. പഠിക്കെ കൊണ്ട കല ഉടയ്ക്കുന്ന പോലെ അമ്മയുടെ മനസ്സിനെ വേദനിപ്പിച്ചില്ലേ? അത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു, സാരമില്ല സേതുവേട്ടാ, കാലം മാറി മറിയും, അതൊക്കെ മാറും, ഒരു സമയം വരും, സേതുവേട്ടൻ കാത്തിരുന്നോളാൻ പറയാണ്. സേതു പറഞ്ഞു, അയാളെപ്പോഴൊരു ദുഷ്ടനെ ഞാൻ കണ്ടിട്ടില്ല. അയാൾക്ക് കണ്ണിച്ചോര ഉണ്ടായിരുന്നെങ്കിൽ അയാൾ അമ്മയോട് ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ? ഇത്രയും കാലം അമ്മ അയാളോടൊപ്പം ജീവിച്ചല്ലേ, എന്നിട്ടോ ഒരു നിമിഷം കൊണ്ട് അമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അത് ശരിക്കും പറഞ്ഞാല് എനിക്ക് ഉപകാരമായെന്നാ തോന്നേ. അതുകൊണ്ടല്ലേ പല്ലവി എനിക്ക് എന്റെ അമ്മയെ തിരികെ കിട്ടിയത്, എനിക്ക് എന്റെ അമ്മയുടെ സ്നേഹം തിരികെ കിട്ടിയത്. ഇത് കേട്ടോ പല്ലവി പറഞ്ഞു, സേതുവിന്റെ സന്തോഷമല്ലേ? ഇതാ പറഞ്ഞേ, ഒന്ന് ചെയ്ഞ്ഞാലും ഒന്നിന് വളമാകുള്ളൂന്ന്. അത് കേട്ടപ്പോ സേതു പല്ലവി ചേർത്ത് പിടിച്ചെന്ന് ചിരിക്കുകയാണ്. പിന്നീട് പല്ലവി പറഞ്ഞു, അതെ, എനിക്ക് അടുക്കള ഇച്ചിരി പണിയുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പല്ലവി അടുക്കളയിലേക്ക് പോയി. ആ സമയം സേതു എന്ത് ചെയ്യുകയാണ്? സേതു മുറിയില് കൈക്കൊക്കെ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒന്ന് കിടന്നങ്ങോട്ട് മയങ്ങുവാണ്. ആ സമയത്ത് ലക്ഷ്മിയമ്മ മുറിയിലേക്ക് കയറി വരുന്നേ. വന്നു കഴിഞ്ഞപ്പോ സേതു കണ്ണടച്ച് കിടക്കുന്നുണ്ടോ. ലക്ഷ്മിയമ്മ ഓർത്തു സേതു ഉറങ്ങുമായിരിക്കും എന്ന് ഓർത്തു. അങ്ങനെ ലക്ഷ്മിയമ്മ സേതുവിന്റെ അടുത്തേക്ക് വന്നു. ആ കിടപ്പുണ്ടപ്പോ ലക്ഷ്മിയമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. താൻ കാരണമാണ് ഇവന്റെ കൈക്ക് ഇങ്ങനെ ആപത്ത് പറ്റിയിരിക്കുന്നത്. തന്റെ ഭർത്താവ് ഒരിക്കലും വേണുവേണ്ട ഇങ്ങനെ ഒരു ചതി ഇവനോട് ചെയ്യുന്നു കരുതിയില്ല. ഗുണ്ടകളെ വിട്ട് തല്ലിക്കുക, ആക്രമിക്കുക, എങ്ങനെ തോന്നി വേണുവേണ്ട ഇതൊക്കെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഓർത്ത് ഞാൻ ഭയങ്കര സങ്കടമായി. പിന്നീട് ലക്ഷ്മിയമ്മ സേതുവിന്റെ കാലെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. എന്നോട് ക്ഷമിക്കണം മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പെട്ടെന്ന് സേതു കണ്ണു തുറന്നു നോക്കിയപ്പോ തന്റെ കാലെ കെട്ടിപ്പിടിച്ച് കരയുന്ന അമ്മയെ കണ്ടത്. പെട്ടെന്ന് സേതു ചാടി എഴുന്നേറ്റു. എന്താ അമ്മേ, അമ്മ എന്തായി കാണിക്കണേന്ന് ചോദിക്കുക. മോനെ എന്നോട് ക്ഷമിക്കടാ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പത്തേനും പറഞ്ഞു, ക്ഷമ ചോദിക്കാനോ? എന്തിന്? അത് പിന്നെ ഞാൻ നിന്നോട് അത്രയ്ക്ക് ദ്രോഹമല്ലേ ചെയ്തേ. സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിച്ചില്ല. അവസാന സമയത്ത് എനിക്ക് നീയോ ഉണ്ടായിരുന്നുള്ളൂ താങ്കും തണലുമായിട്ട് എന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട്. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നീ ഭൂമിയിൽ പോലും കാണില്ലായിരുന്നു. ആ ഹോട്ടൽ റൂമിൽ കിടന്ന് മരിച്ചു പോകാനും. അത് കേട്ടപ്പം സേതു പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയരുത്. എന്റെ അമ്മയല്ലേ, എന്റെ അമ്മയെ രക്ഷിക്കുക അല്ലെങ്കിൽ എന്റെ അമ്മയെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് എന്റെ കടമയല്ലേ. പിന്നെ ആ സമയത്ത് അമ്മയുടെ ആ മനസ്സെങ്ങനെയായിരുന്നു എനിക്കറിയാം. എന്നെ പിരിഞ്ഞിരിക്കുന്നതിന്റെ വിഷമം ഉണ്ടാവും. എത്ര സന്തോഷത്തോടെ ജീവിച്ചെന്ന് പറഞ്ഞാലും ഒരമ്മയ്ക്ക് പെറ്റമോനെ മറക്കാനായിട്ട് സാധിക്കില്ലോ. അമ്മ അതൊന്നും ഓർത്ത് എന്നോട് സങ്കടം പറയേണ്ട കാര്യമില്ല. അമ്മയുടെ ജീവിതം അങ്ങനെയായിരുന്നു എനിക്കറിയാം. അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ല അമ്മേ. എന്നാലും വേണ്ടിയിരുന്നില്ല. ഞാൻ പോയപ്പോൾ നിന്നെയും കൂടെ കൂട്ടണ്ടായിരുന്നു. ജീവിതത്തിലേക്കോ മരണത്തിലേക്കോ ഒന്നും അറിയത്തില്ലാതെയാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നടന്നത്. പക്ഷെ അതങ്ങനെയൊക്കെ തരുന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അവസാനം വേണുവേട്ടനും എന്നെ കൈവിട്ടു. വേണുവേട്ടൻ കൈവിട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നിന്റെ വില അറിയുന്നത്. ഒരു മകൻ എന്താ ഏതാന്നൊക്കെ. എനിക്കിനി ആരും വേണ്ട, നീ മാത്രം മതി എന്റെ ജീവിതത്തില്. എനിക്ക് വേറെ ആരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ മകളുണ്ട്. ഇന്നൊന്നെങ്കിൽ നാളെ അവളുടെ കല്യാണം കഴിഞ്ഞ് അവള് പോകും. പിന്നെ എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നിന്നോടൊപ്പം ഞാൻ ജീവിക്കാൻ പോകുന്നത്. ഇനി ആരൊക്കെ വന്ന് വിളിച്ചാലും ഞാൻ ഒരിക്കലും പോകാൻ പോകുന്നില്ലെന്നൊക്കെ ലക്ഷ്മിയമ്മ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോ സേതു പറഞ്ഞു, അതെ, ഇനി അമ്മ ഇങ്ങനെ സങ്കടപ്പെടില്ല. അമ്മയുടെ കണ്ണ് നിറയുന്ന കണ്ടാല് എനിക്ക് സങ്കടമാവും അമ്മേ. അമ്മ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്നൊക്കെ ചോദിച്ചോണ്ട് ലക്ഷ്മി അമ്മയെ ചേർത്ത് പിടിക്കുകയാണ്. ഇതേ സമയം മയൂരി വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേനും കാത്തു നിൽക്കുമായിരുന്നു വേണുഗോപാല്. മയൂരി അങ്ങോട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയോണ്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും വേണുഗോപാൽ ചോദിച്ചു, അപ്പൊ നീ എന്നെ തോൽപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നീ എന്നെ വെല്ലുവിളിച്ചിറങ്ങി പുറപ്പെട്ടിരിക്കുകയല്ലേ? ഇത് കേട്ട മയൂരി പറഞ്ഞു, അതെങ്ങനെ വെല്ലുവിളിയാവും അച്ഛാ? അമ്മയുടെ പിറന്നാളാ. ഞാൻ ജനിച്ചതിന് ശേഷം ഇന്ന് വരെ ആഘോഷിക്കാതിരുന്നിട്ടില്ല. അപ്പൊ എനിക്ക് എന്റെ അമ്മയുടെ അടുത്ത് പോണ്ടേ? അമ്മയോടൊപ്പം പിറന്നാൾ ആഘോഷിക്കണ്ടേ? അമ്മയോടൊപ്പം പിറന്നാള് അവളെ ഇവിടെ ഞാൻ പടിയടിച്ച് പിണ്ടം വെച്ചാന്നുള്ള കാര്യം നിനക്കറിയാലോ. പിന്നെ നീ എന്തിനാണ് ഈ അമ്മയെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയത്? അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്യായിരിക്കും. പക്ഷെ എനിക്ക് എന്റെ അമ്മയാണ്. എനിക്ക് എന്റെ അമ്മയെ ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല.
എനിക്ക് എൻ്റെ അമ്മ അത്രയ്ക്ക് ജീവനാന്ന് പറഞ്ഞു. ജീവനാണ് പോലും. അവള് ചെയ്ത് തെറ്റ് നിനക്കെന്താന്ന് അറിയാലോ. അതെ, വെറുതെ അച്ഛൻ കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കണ്ട. അങ്ങനെ ഒരു തെറ്റ് അമ്മ ചെയ്തിട്ടില്ല. അതെ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അച്ഛമ്മയാണ്. അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയായിരുന്നേ. അതിന് അമ്മ എന്തിനാ കുറ്റപ്പെടുത്തുന്നേ? ഇനി മേലാലെ അമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വന്നേക്കരുത്. എനിക്കത് ഇഷ്ടമില്ല. ഇനി അമ്മയെ കുറ്റപ്പെടുത്താൻ അച്ഛന്റെ ഭാവമെങ്കില് ഇവിടെ തുടരണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും. എനിക്കറിയാം, ഞാൻ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്. എനിക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയും. അച്ഛനോടൊപ്പം ഞാൻ നിൽക്കുന്ന വെച്ചിട്ട് എനിക്ക് എൻ്റെ അമ്മയെ തള്ളിക്കളയാനൊന്നും പറ്റില്ല. കാരണം എൻ്റെ അമ്മയാണ് ഇത്രയും കാലം എന്നോടൊപ്പം എന്നെ ചേർത്ത് പിടിച്ചു നിന്നേ. അതുപോലെ എനിക്ക് അച്ഛനും വേണം, രണ്ടുപേരും വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അച്ഛൻ അമ്മയെ നിഷ്കരണം തള്ളിക്കളഞ്ഞു. പക്ഷെ എന്നെ കൊണ്ട് അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറിപ്പോയി. വേണുഗോപാലിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശൈലജ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ശൈലജയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ ആ മുഖത്ത് 5 വിരൽ പതിഞ്ഞു കിടക്കുന്നു. ഇതെന്താ അപ്പച്ചിന്ന് ചോദിക്കുക. അത് പിന്നെ അപ്പച്ചി കാര്യം എന്താ വെച്ചാൽ പറ. ഞാനും മോളെ വീഡിയോ കോൾ വിളിച്ചോണ്ട സമയത്ത് വേണുവേട്ടൻ വന്നേ. വേണുവേട്ടൻ അത് കണ്ട ഫോൺ മേടിച്ച് അതൊക്കെ ഞാൻ കണ്ടല്ലോ. അപ്പച്ചിന് പാപ്പ തല്ലിയോന്ന് ചോദിക്കുവാണ്. അത് കേട്ടപ്പോൾ ശൈലജയൊന്നും മിണ്ടിയില്ല. അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മയൂരിക്ക് ഭയങ്കര സങ്കടമായി. മയൂരി നേരെ വേണുവിന്റെ അടുത്തേക്ക് വീണ്ടും ചെന്നു. ദേ പപ്പ എന്ത് പരിപാടിയെ കാണിച്ചേ? അപ്പച്ചിയെ തല്ലിയില്ലേ? പപ്പയ്ക്ക് ഇത്രയ്ക്ക് എങ്ങനെ ക്രൂരനാൻ പറ്റൂ? എനിക്കറിയാവുന്ന പപ്പയ്ക്ക് ഇങ്ങനെ ഒരിക്കലും ആവാൻ പറ്റില്ല. എന്നാലും കഷ്ടമുണ്ട് കേട്ടോ. ഇതേ ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശൈലജയും കൂട്ടിക്കൊണ്ട് മയൂരി അങ്ങോട്ട് പോയിട്ടുണ്ട്. സാരമില്ല അപ്പച്ചി വിഷമിക്കൊന്നും വേണ്ട. പപ്പയുടെ ഇപ്പത്തെ സ്വഭാവം അറിയാലോ എന്നൊക്കെ പറയണ. ഈ സമയത്ത് ഇന്ദനാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പൂർണിമയും ലക്ഷ്മിയും തമ്മിൽ വഴക്കുണ്ടാവുന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്ന അതിനേക്കാൾ ഇവര് സേതുവിനെ ലക്ഷ്മി അമ്മ എങ്ങനെ അവിടെ നിന്ന് അടിച്ചിറക്കും എന്നൊക്കെ കരുതിയിരുന്നിട്ട് അതൊന്നും നടക്കുന്ന ലക്ഷണം കാണുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പ്രതാപം വന്നിട്ട് പറഞ്ഞു, ദേ ഇന്ദിര, ഇപ്പോഴും സ്കോർ ചെയ്തോണ്ടിരിക്കുന്ന അവനാണല്ലോ സേതു. അവൻ സ്കോർ ചെയ്യും. അവന്റെ സ്കോറെല്ലാം ഞാൻ ഇല്ലാതാക്കാൻ പോവാന്ന് പറയണം. ദേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നൊരു കാര്യമില്ല. നീ എന്ത് ചെയ്യാൻ പോവാ? അതൊക്കെ എനിക്കറിയാം. ഞാൻ ചില പ്ലാനുകളൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഇത് കേട്ടപ്പോ പ്രതാപൻ പറഞ്ഞു, എന്തൊക്കെ പ്ലാനുകൾ നടത്തിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ടോ, രണ്ടുപേരും ചക്കര അട പോലെയാ. ആ പൂർണിമാമേ അല്ല പൂർണിമേച്ചി ലക്ഷ്മിയമ്മയൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ കണ്ടു. സേതു മിക്കാറും ആ ലക്ഷ്മി അമ്മയും കൂടെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അത് നടക്കും. നന്നായിട്ട് നടന്നാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ പ്രതാപൻ ചോദിച്ചു, അതെന്താ ഇന്ദിര നീ അങ്ങനെ പറഞ്ഞേ? അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അതിനുമുമ്പ് ഞാൻ അവരെ കൊല്ലൂന്ന് പറയുന്നത്. കൊല്ലൂന്നോ? ആരെ? അതൊക്കെ നീ കണ്ടു പ്രതാപ. ഇന്ദ്രൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. കണ്ടോ, ആ കുറ്റം ഞാൻ സേതുവിന്റെ തലയിലേക്ക് വെച്ച് കെട്ടാൻ പോവാ. സേതുവിനെ അങ്ങനെ വെറുതെ വിടുമെന്ന് ഞാൻ കരുതുന്നുണ്ടോ? സേതുവിനെ ഒരു കാരണവശാലും വെറുതെ വിടത്തില്ല. അതിന് തക്കം പാർത്തിരിക്കുവോ ഞാൻ. ആ ലക്ഷ്മി എന്ന് പറഞ്ഞ ആ സ്ത്രീയെ കൊല്ലണം. എന്നിട്ട് അതിന്റെ കുറ്റം അവന്റെ തലയെ കെട്ടിവെക്കണം. ഇത് കേട്ടപ്പോ ഒന്ന് ഞെട്ടി പ്രതാപൻ ചോദിച്ചു, അങ്ങനെയൊക്കെ നടക്കുവോ? നീ എന്തിനാ പറയണേ? അത് പ്രശ്നമാവില്ലേ? പോലീസ് അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചാലോ? അതൊന്നും അന്വേഷിച്ച് കണ്ടുപിടിക്കാതിരിക്കാനുള്ള ബുദ്ധി എനിക്കറിയാം. കാരണം സേതു പ്രതികാരം ചെയ്താണ്. ഇത്രയും കാലം തന്നെ ഉപേക്ഷിച്ചു പോയ അമ്മയോട് പ്രതികാരം ചെയ്താന്ന് പറഞ്ഞങ്ങോട്ട് പരുത്തും. അതോടുകൂടി കാര്യത്തിനൊക്കെ ഒരു തീരുമാനമാവെന്ന് പറയണ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പ്രതാപന്റെ ഒരു കാര്യം മനസ്സിലായി. ഇവൻ രണ്ടും കൽപ്പിച്ചിറങ്ങി തിരിച്ചിരിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ ദൈവമേ, തന്നെയും കൂടെ പോലീസ് പിടിക്കുമോ എന്നൊരു ചിന്തയൊക്കെ പ്രതാപന്റെ മനസ്സിലുണ്ടാവുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്ന നാളെ. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.